പേര് ശിവ. ഭഗവതി ഇൻഡസ്ട്രീസ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. പാലക്കാട് മുക്രങ്ങാട്ട് പറമ്പ് കൊട്ടേക്കാടാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത്. നമ്മളിവിടെ ഇൻഡസ്ട്രീസിന്റെ എല്ലാ വെൽഡിങ്ങിന്റെ എല്ലാ വർക്കും നമ്മൾ ചെയ്തു നൽകുന്നതാണ്. ഭഗവതി ഇൻഡസ്ട്രീസ് തുടങ്ങിയിട്ട് 2 വർഷമായി. ഇത് അച്ഛനായിട്ട് തുടങ്ങി വെച്ചതാണ്. അച്ഛൻ 10 വർഷമായി ഫീൽഡിലുണ്ട്. സൈറ്റ് വർക്കാണ് മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾക്ക് ഒരു ഇത്തിരി കൂടി ഉയർന്ന നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് സ്ഥാപനം തുടങ്ങിയത്. നമ്മൾ ടാറ്റന്റെ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്, ഫ്രെയിംസ് എല്ലാം ചെയ്തു നൽകുന്നുണ്ട്. കുറഞ്ഞ പ്രൈസിലാണ് നമ്മൾ ചെയ്തു നൽകുന്നത്. പക്ഷെ ക്വാളിറ്റിയിൽ വൈസ് ഒരു കുറവുമില്ല. 16 ഗേജിന്റെ ഒറിജിനൽ ടാറ്റന്റെ പ്രൊഡക്റ്റ് മാത്രമാണ് നമ്മൾ ചെയ്തു നൽകുന്നത്. പിന്നെ റൂഫിങ്ങിലെ എല്ലാ റൂഫിങ്ങും നമ്മൾ ചെയ്തു നൽകുന്നുണ്ട്. ഓട്, ഷീറ്റ് അങ്ങനെ എല്ലാം നമ്മൾ ചെയ്തു നൽകുന്നുണ്ട്. JSWയും ജിൻഡാലും അങ്ങനെ കുറെ കമ്പനികളുടെ ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ട് റൂഫ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെറുതായിട്ടുള്ളതായിട്ടാണ് നമ്മുടെ മെറ്റീരിയലും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഡിസൈൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ പുതിയതായിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്കിലാണെങ്കിലും എന്തിലാണെങ്കിലും നമ്മുടെ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിന് ഇത്തിരി കൂടി ലോങ് ലൈഫ് കിട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. എഞ്ചിനീയർ അടക്കം ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഇന്റീരിയറിൽ ഓരോരോ പുതിയ പുതിയ ഗ്രില്ല് ഡിസൈൻസ്, അങ്ങനെ ലേസർ കട്ടിങ് മുതലായിട്ട് വലിയ രീതിയിലേക്ക് നമ്മുടെ വർക്കുകളൊക്കെ മികച്ചതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേരളത്തില് പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം അങ്ങനെ കുറെ ജില്ലകളിൽ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് തമിഴ്നാട്ടില് തിരുപ്പൂര്, കോയമ്പത്തൂർ അങ്ങനെയുള്ളവിടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള കസ്റ്റമേഴ്സും എല്ലാം സാറ്റിസ്ഫൈഡുമാണ്. ക്ലയന്റിന് നമ്മൾ ഗൂഗിളിൽ നിന്ന് നോക്കിയിട്ട് നമ്മുടെ സൈറ്റിൽ നമ്മൾ ചെയ്ത വർക്കുകളും ഉണ്ട്. അതല്ലാതെ നമ്മൾക്ക് ക്ലയന്റിന്റെ ആവശ്യപ്രകാരം നമ്മൾ ഏതാണോ ഡിസൈൻ വേണ്ടത് അത് ക്ലയന്റിന്റെ അനുവാദത്തോട് കൂടിയിട്ടും അതിനെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ രീതിയെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്തു നൽകുന്നതാണ്. നമ്മൾ സ്ക്വയർ ഫീറ്റ് ആയിട്ടും ചെയ്തു നൽകുന്നുണ്ട്, ലേബർ ആയിട്ടും ചെയ്തു നൽകുന്നുണ്ട്. സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ സ്ക്വയർ ഫീറ്റ് ആയിട്ട് ചെയ്യുമ്പോഴും കസ്റ്റമറിന് ഒരു ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. അതേ തന്നെ നമ്മൾ ലേബർ ആയിട്ട് ചെയ്യുമ്പോഴും അത് മികച്ച രീതിയിൽ തന്നെ പോകുന്നത്. കോമ്പറ്റീഷൻ പറയാൻ ഉണ്ടെങ്കിലും കൂടി നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ വർക്കില് പ്രൈസിൽ എന്തെങ്കിലും കുറയുകയല്ലാണ്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഒന്നും ചെയ്തു നൽകുന്നില്ല. അത് കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷനും കസ്റ്റമർ ഏത് രീതിയിലാണ് വേണ്ടത് പറയുന്നത് നമ്മുടെ വർക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കമ്പനിയിൽ സപ്പോർട്ട് ചെയ്യാൻ അച്ഛനുണ്ട്, അതുകൂടാഞ്ഞിട്ട് 2 വർക്കേഴ്സും കൂടിയുണ്ട്. ഗവൺമെന്റിന്റെ സപ്പോർട്ട് നല്ല രീതിക്കുണ്ട്. കാരണം നമ്മുടെ ഷോപ്പ് തുടങ്ങാൻ തന്നെ ഗവൺമെന്റ് തന്നെയാണ് ലോൺ എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാഞ്ഞിട്ട് നമ്മളും ഇത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. വലിയ വർക്ക് എന്ന് പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ തിരുപ്പൂര് അലോയ് വീലയുടെ ഷോപ്പ്, അതായത് അവരിന്റെ വർക്ക്ഷോപ്പ് വലുതായിട്ടുള്ള സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അതിൽ മുഴുവനും നമ്മൾ തന്നെ ചെയ്ത് നൽകിയിരിക്കുന്നത്. അതിലിപ്പോ ലാൻഡിങ് എല്ലാം അടിച്ചിട്ട് അവർക്ക് റൂമായിട്ട് തിരിച്ചിട്ടും അങ്ങനെ മുകളില് ടയറിന്റെ വർക്ക്, ടയർ വെക്കാനുള്ളതും എല്ലാം സേഫ്റ്റി ആയിട്ടുള്ളതിനൊക്കെ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ട് നൽകിയിരിക്കുന്നത്. അതിൽ കസ്റ്റമർ 100% സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾക്കും അതിൽ തൃപ്തിയാണ്. നമ്മളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ വരച്ചും കൊടുക്കും. നമ്മൾ 3D ഡിസൈനിൽ വരച്ചു കൊടുക്കും. അതല്ലാതെ കസ്റ്റമർ ഓരോരോ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായത്തിനനുസരിച്ചിട്ട് അതിന്റെ ഡിസൈൻ നമുക്ക് മനസ്സിലായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വർക്ക് 100% അതേപോലെ തന്നെ ചെയ്തു നൽകുന്നതാണ്. ഫ്യൂച്ചർ പറയാൻ ഭഗവതി ഇൻഡസ്ട്രീസിന്റെ വിഷയം ഒരു 10 പേർക്കാണെങ്കിലും കൂടി തൊഴിൽ പഠിപ്പിച്ചു നൽകുകയും അതിലൂടെ അവരും മുൻപോട്ട് വരണം, അതേപോലെ നമ്മളും വളർന്ന് വലിയ നിലയിൽ എത്തണം എന്നുള്ളതാണ് ഭഗവതി ഇൻഡസ്ട്രീസിന്റെ വലിയൊരു ഇത്. ഫാമിലിയില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, പിന്നെ ഞാനും. കസ്റ്റമൈസ്ഡ് വർക്കും ഉണ്ട്. കൂടുതൽ 180 ആ സൈസിന്റെയാണ് കസ്റ്റമൈസ്ഡ്, ഫ്രഞ്ച് വിൻഡോ എന്നൊക്കെ പറയും. അതിന്റെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്തു നൽകുന്നത്. അതും കൂടാഞ്ഞിട്ട് നോർമലും ഉണ്ട്. നോർമലിലാണെങ്കിലും നല്ല രീതിക്ക് മൂവ്മെന്റ് ഉണ്ട്, പ്രൊഡക്റ്റ് ഒക്കെ നന്നായിട്ട് സെയിൽ ആവുന്നുണ്ട്. ഡ്രസ് വർക്കിൽ നമ്മൾ ഷീറ്റ് ആയിട്ട് മെയിൻ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്, ഓടും ചെയ്തു നൽകുന്നുണ്ട്. ചൂട് കാലത്ത് വളരെ ബുദ്ധിമുട്ടില്ലാത്തത് ഓട് തന്നെയാണ്. കാരണം അതിന് മുകളിൽ കുറച്ച് നനയ്ക്കാനുള്ള എന്തെങ്കിലും ടെക്നിക്സ് യൂസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആയിരിക്കും. ഷീറ്റ് വൈസ് നോക്കുമ്പോൾ ടെമ്പറേച്ചർ കുറച്ച് കുറഞ്ഞു നിൽക്കുന്നല്ലാതെ വലുതായിട്ട് മാറ്റം ഉണ്ടാവില്ല. ഷീറ്റിലാകുമ്പോൾ
അത് ഫ്രെയിമിൽ തന്നെയാണ് നമ്മൾ മാച്ച് ചെയ്തിട്ട് എടുക്കുന്നത്. അതിന്റെ അടിയിൽ ഇപ്പൊ ക്ലേ ടൈലിന്റെ ഓരോരോ ഡിസൈൻസ് ഉള്ള ടൈൽസ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, സീലിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ വലുതായിട്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഓടും, അകത്തുനിന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് ടെറസ് റൂഫ് ഉള്ള പോലെ തന്നെ തോന്നും. നമ്മൾ ടാറ്റ 16 ഗേജ് ഷീറ്റ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്, വിൻഡോസിനും ഡോസിനും എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പൊതുവെ എല്ലാവരുടെയും കണ്ടുവരുന്നത് ഇതിൽ സ്ക്രൂ ആണ് കൊളുത്തിലൊക്കെ അടിക്കുക. നമ്മൾ ഇതിൽ വെൽഡിംഗ് ആണ് കൊടുക്കുന്നത്, SS വെൽഡിങ്ങിനോട് യൂസ് ചെയ്തിട്ടാണ് വെൽഡിങ് അടിക്കുന്നത്. ഇതാകുമ്പോൾ ലൈഫ് കൂടുതൽ കിട്ടും, അതേപോലെ കംപ്ലൈൻസ് കുറവാണ്. പിന്നെ വന്നിട്ട് കോൺക്രീറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്ലോട്ടായിട്ട് നമ്മൾ എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. സെൻട്രലിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വിൻഡോന്റെ സെന്റർ പാളിന്റെ ഇതിലേക്കാണ് കൊടുക്കുന്നത്, സ്ലോട്ടാണ് യൂസ് ചെയ്യുന്നത്. പൊതുവെ ഇങ്ങനെ സ്ലോട്ട് ഒന്നും ആരും കൊടുക്കാറില്ല. നമ്മൾ ഇത് ബലത്തിന് വേണ്ടിയിട്ടും സൗണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലോട്ട് കൊടുക്കുന്നത്. അതാണ് ഇതിന്റെ മെയിൻ ഗുണം. പാലക്കാട് വന്നിട്ട് കറക്റ്റായിട്ട് പടലിക്കാട് പോകുന്ന റോട്ടിലാണ് നമ്മുടെ അഡ്രസ്സ് വന്നിട്ട്. മുക്രംകാട്ടുപറമ്പ് കോട്ടേക്കാടാണ്. ഷോപ്പ് വന്നിട്ട് കനാലിന്റെ നിയറസ്റ്റ് ആണ്. കനാൽ കയറുന്നതിന് മുമ്പ് തന്നെയാണ് നമ്മുടെ ഷോപ്പ് പടലിക്കാടിക്ക് പോകുന്നത്.